KineMasterന്റെ സെക്കൻഡ് പാർട്ട് നോക്കാം. സെക്കൻഡ് പാർട്ടിൽ കുറച്ച് ഫോട്ടോസും അതുപോലെ വീഡിയോസും എല്ലാം എഫക്റ്റുകൾ ആഡ് ചെയ്യുന്നതും നമുക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കും, എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നതെന്ന് നോക്കുന്നത്. നമുക്ക് കുറച്ച് ഫോട്ടോസ് ആദ്യം ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുവേണ്ടി ഒരു റേഷ്യോ സെലക്ട് ചെയ്ത് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഏതെങ്കിലും കുറച്ച് ഫോട്ടോസ് കൊടുക്കുക. ഞാനൊരു 2-3 ഫോട്ടോസ് അതിൽ ആഡ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഓരോ ഫോട്ടോസും അതിൽ വന്നു കഴിഞ്ഞു. ഓരോ 4 ഫോട്ടോസ് ആഡ് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതാണ് 4 സെക്കൻഡായിട്ടുള്ള ഓരോ ഫോട്ടോസാണ് ആഡ് ആവുക. അപ്പോൾ നമുക്ക് ഈ 2 ഫോട്ടോസുകൾ കണ്ടില്ല. ഇപ്പോൾ നമ്മൾ വെറുതെ ഫോട്ടോസ് ആഡ് ചെയ്യുമ്പോൾ അതിന് പ്രത്യേകിച്ച് എഫക്റ്റുകളോ ട്രാൻസിഷൻ എഫക്റ്റുകളോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ നമുക്ക് ഇതിന് എന്തെല്ലാം ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഒരു ഫോട്ടോ കഴിഞ്ഞ് അടുത്ത ഫോട്ടോയിലേക്ക് മാറുന്ന സമയത്ത് ഇത് ജസ്റ്റ് ടിക്ക് വരുന്നതാണ്, ഒരു എഫക്റ്റ് ആഡ് ചെയ്യുന്നത് കാണാം. അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മൾ ഈ പ്ലസ് സെലക്ട് ചെയ്യുക. പ്ലസ് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ട്രാൻസിഷൻ എഫക്റ്റുകൾ ഇവിടെ വലതുഭാഗത്ത് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് അതിൽ ഏതെങ്കിലും ഒരു എഫക്റ്റ് സെലക്ട് ചെയ്യുക. എഫക്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ട്രയൽ നോക്കാം. കണ്ടോ, ഒരു ഫോട്ടോ കഴിഞ്ഞ് അടുത്ത ഫോട്ടോ ഇതേ രീതിയിൽ വരുന്നതായിരിക്കും. ഇതാണ് ട്രാൻസിഷൻ എഫക്റ്റ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഫോട്ടോ കഴിഞ്ഞ് അടുത്ത ഫോട്ടോ വരുന്നതിന് വേണ്ടിയിട്ടുള്ള എഫക്റ്റ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഇതാണ്. നമ്മൾ 2 ഫോട്ടോകളുടെ ഇടയിലുള്ള പ്ലസ് ബട്ടൺ സെലക്ട് ചെയ്താൽ ഇതുപോലെ ട്രാൻസിഷൻ എഫക്റ്റ് നിങ്ങൾക്ക് എനേബിൾ ആയി വരുന്നതായിരിക്കും. ഇനി നമുക്ക് അടുത്തൊരു ഓപ്ഷൻ നോക്കാം. ഇപ്പോൾ ഈ ഫോട്ടോ ഒരു ഫോട്ടോ മാത്രം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം മുകളിൽ കാണുന്നത് കട്ട് ഓപ്ഷനാണ്. ഇത് ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ളതാണ്. നമുക്ക് ഫോട്ടോൻ്റെ ലെഫ്റ്റ് കട്ട് ചെയ്യാം, റൈറ്റ് കട്ട് ചെയ്യാം, 2 പീസാക്കാം. അതുപോലെ 2 പീസാക്കുന്നതിൻ്റെ കൂടെ ചെറിയൊരു അഡീഷണൽ 7 സെക്കൻഡ് ആഡ് ചെയ്യുകയും ചെയ്യാം. അതിനാണ് സ്പ്ലിറ്റ് ആൻഡ് ഫ്രീസ്. ഇത്രയും ഓപ്ഷൻ മുന്നേ പറഞ്ഞിട്ടുള്ളതാണ്. ആ സെയിം ഓപ്ഷൻ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ജസ്റ്റ് ഒന്ന് നോക്കാം. നമുക്കതിൻ്റെ ലെഫ്റ്റ് പോർഷൻ കട്ട് ചെയ്യാം, നമുക്കതിൻ്റെ റൈറ്റ് പോർഷൻ കട്ട് ചെയ്യാം. അതുപോലെ നമുക്ക് ഇതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാം. അതുപോലെ ഇതിനൊന്ന് സ്പ്ലിറ്റ് ആൻഡ് ഫ്രീസ് ഹെഡ്. കണ്ടില്ലേ, ഇത്രയും ഓപ്ഷൻസാണ്. ഇതെല്ലാം മുന്നേ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല. ഇനി അടുത്ത് സെക്കൻഡായ ഓപ്ഷൻ ഇത് പാൻ ആൻഡ് സൂമാണ്. ഈ പാൻ ആൻഡ് സൂം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇതിൽ വലതുഭാഗത്ത് മുകളിൽ സ്റ്റാർട്ട് പൊസിഷൻ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഈ സ്റ്റാർട്ട് പൊസിഷനിൽ നമ്മൾ ഇതിനൊന്ന് പിടിച്ച് സൂം ചെയ്യുകയാണെങ്കിൽ ഓക്കെ, നമ്മൾ ഡിസ്പ്ലേയിൽ ഫസ്റ്റ് ഇങ്ങനെ കാണിക്കും. ഇങ്ങനെ കാണിച്ച് നമ്മളിത് ഓക്കെ കൊടുത്താൽ ഇപ്പോൾ പ്ലേ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം ഈ ഒരു എഫക്റ്റ് ചെറുതായി വരുന്നൊരു എഫക്റ്റാണ് കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഓപ്ഷൻ ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് ഈ 2 ഈക്വൽ ടു സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എത്രയാണോ സൂം ചെയ്ത് ആ പൊസിഷനിൽ തന്നെ ആ വീഡിയോ ആ ഒരു ഫോട്ടോ എൻഡ് വരെയും അതേപോലെ മൂവ് ആവുന്നതായിരിക്കും. അടുത്ത ഓപ്ഷൻ എന്നുള്ളത് നമുക്കിത് എൻഡ് പൊസിഷൻ മാത്രം ഈക്വൽ ടു ഒഴിവാക്കി നമ്മൾ എൻഡ് പൊസിഷനിൽ ഇത് സൂം ഔട്ട് അല്ലെങ്കിൽ മാക്സിമം സൂം ഓക്കെ ഇങ്ങനെ കൊടുക്കാം. അപ്പോൾ നമ്മൾ ബിഗിനിങ് സ്റ്റേജിൽ തിരിച്ച് ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു ഫീൽ വരും. അപ്പോൾ ഇങ്ങനൊരു ഓപ്ഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പാൻ ആൻഡ് സൂം. ഈ തേർഡ് ഓപ്ഷൻ ഇത് ക്ലിപ്പിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അത്രയാണ് അതിൽ വരുന്നത്. പിന്നെ ഇതിൽ ക്ലിപ്പ് ഗ്രാഫിക്സ്, നെക്സ്റ്റ് ഓപ്ഷൻ വരുന്ന ക്ലിപ്പ് ഗ്രാഫിക്സ് ആണ്. ഇപ്പോൾ നമ്മളൊരു ഫോട്ടോയുടെ മുകളിലൂടെ നമുക്ക് എന്തെങ്കിലും അഡീഷണൽ ഈ ആനിമേഷൻ എഫക്റ്റ് കൊടുക്കണമെങ്കിൽ കണ്ടൊരു പ്ലെയിൻ പാറി വരുന്നത് കണ്ടില്ലേ. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും അഡീഷണൽ എഫക്റ്റ് കൊടുക്കണമെങ്കിൽ നമുക്ക് ഈ ക്ലിപ്പ് ഗ്രാഫിക്സ് എടുത്ത് നമുക്കതിൽ ഓരോന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് അടുത്ത് കളർ ഫിൽറ്റർ നോക്കാം. ഇത് നമ്മളെ ഈ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ പടത്തിൻ്റെ മൊത്തമായിട്ടുള്ളൊരു എഫക്റ്റിനെ മാറ്റം വരുത്തുന്നതിന് വേണ്ടിയിട്ട് കണ്ടില്ലേ, ഇതുപോലെ പടത്തിന് എഫക്റ്റ് മാറ്റം വരുത്തുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ ചെയ്യാൻ സാധിക്കും. പിന്നെ അതിൻ്റെ ബ്രൈറ്റ്നസ്സും കോൺട്രാസ്റ്റും എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ്. നിങ്ങൾക്ക് ബ്രൈറ്റ്നസ് കമ്മിയുള്ള ഫോട്ടോ ആണെങ്കിൽ കുറച്ച് ബ്രൈറ്റ്നസ് എല്ലാം കൂട്ടി കൊടുക്കാം. ഇതുപോലെ ബ്രൈറ്റ്നസ് കോൺട്രാസ്റ്റ് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. ഈ വിഗ്നറ്റ് എമൗണ്ട് അതിൻ്റെ 4 പുറം ബാക്ക്ഗ്രൗണ്ട് ചെറിയൊരു എഫക്റ്റ് ആഡ് ചെയ്ത് വരുന്നത്, ബ്ലാക്ക് ഷെയ്ഡ് ആഡ് ചെയ്ത് വരുന്നത്. ഇതുപോലുള്ള ഇത്രയും കാര്യങ്ങളാണ് പടം ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. ഇനി നമുക്കിതിലേക്കൊരു വീഡിയോ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനു മുമ്പ് നമുക്കിതിൻ്റെ ഇടതുഭാഗത്ത് ലെയറിൽ എന്തൊക്കെ ഓപ്ഷൻസ് അവൈലബിൾ ആണെന്ന് നോക്കാം. ഈ ലെയർ എന്തൊക്കെ, ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് നമുക്ക് വേറൊരു ലെയറും കൂടി ആഡ് ചെയ്യണം. ഇതിനിപ്പോൾ ഇതൊരു സിംഗിൾ ലെയറിലാണ് കിടക്കുന്നത്. നമുക്ക് ഒരു ലെയറും കൂടി ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ മീഡിയ കൊടുത്ത് നമുക്കിതിൽ അടുത്തൊരു ലെയറും കൂടി ആഡ് ചെയ്യാം. നമ്മൾ ക്യാമറയിലെടുത്ത ഫോട്ടോസുകൾ ഒരു ലെയറും കൂടി ആഡ് ചെയ്യാം. ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ 2 ലെയറായി.
കണ്ടോ, ഇപ്പം ഇത് പ്ലേ ചെയ്യുമ്പോൾ നോക്കുക. ഉണ്ട്, ഇപ്പോൾ 2 ലെയറായി. ഇതുപോലെ അഡീഷണൽ ലെയറുകൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഇത് വരുന്നത്. മീഡിയ എന്നുള്ള ഓപ്ഷനിൽ വരും. നമുക്ക് അഡീഷണൽ ലെയർ ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്തൊരു ഓപ്ഷൻ നോക്കാം. നമുക്കൊരു എഫക്റ്റ് ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ലെയർ എടുത്ത് നമ്മളൊരു എഫക്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിതിൽ ബേസിക് എഫക്റ്റുകൾ, ഇതിലിപ്പോൾ 2 എഫക്റ്റുകളാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ഒന്ന് ഈ ഒരു ഗുഷ്യൻ എഫക്റ്റും മറ്റൊന്ന് മൊസൈക്ക് എഫക്റ്റും. ഓക്കെ, നമുക്കിതിലൊരു മൊസൈക്ക് എഫക്റ്റ് എടുത്ത് ടിക്ക് മാർക്ക് കൊടുക്കുക. ഇത് പ്രീമിയം വേർഷൻ അല്ലാത്തതുകൊണ്ട്, പ്രീമിയം വേർഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഗെറ്റ് മോർ എടുത്ത് നിങ്ങൾക്ക് ഓൺലൈനിൽ നിങ്ങൾക്ക് കൂടുതലെടുത്ത് ഡൗൺലോഡ് ചെയ്ത് ഒത്തിരി ഓപ്ഷൻസ് അവൈലബിൾ ആണ്, ഡൗൺലോഡ് ചെയ്യാം. ഇതിപ്പോൾ ഞാനൊരു ഗുഷ്യൻ ഇത് എഫക്റ്റ് എടുത്ത് ഞാനത് ടിക്ക് മാർക്ക് കൊടുക്കുകയാണ്. ഇപ്പോൾ നമുക്കിതിൻ്റെ പോർഷൻ, ഏത് പോർഷനാണ് നമുക്ക് ബ്ലർ ചെയ്യേണ്ടത് നമുക്കതിനെ സെലക്ട് ചെയ്യാം. ഇത്രയും പോർഷൻ നമുക്ക് ബ്ലർ ചെയ്യണം. അപ്പോൾ അത് നമുക്ക് സെലക്ട് ചെയ്യാം. ഇനി നമുക്കതിൻ്റെ ഇതിൻ്റെ ബ്ലറിങ് സ്ട്രെങ്ത് ഒന്ന് നമുക്ക് കൊടുക്കാം. ഇപ്പോൾ അത് ഇത്രയും എത്ര ബ്ലർ ആവണം എന്നുള്ള സ്ട്രെങ്ത് നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഇപ്പോൾ ഇത്രയും ബ്ലർ ആവണമെന്ന് ഞാൻ കൊടുക്കുകയാണ്. അങ്ങനെ സ്ട്രെങ്ത് നമുക്ക് കൊടുക്കാം. ഇതതിൻ്റെ മറ്റു പല ഓപ്ഷൻസുകളാണ്. അതായത് ഇൻ ആനിമേഷൻ, ഈ ബ്ലർ എങ്ങനെ കാണിക്കണം, ഫെയ്ഡ് ആവണോ അതോ ജസ്റ്റ് പോപ്പപ്പ് വരണം, അങ്ങനെ പല എഫക്റ്റുകളും ഉണ്ട്. സൈഡ് ലെഫ്റ്റ്, സൈഡ് ഇത് എല്ലാം ടെക്സ്റ്റ് എഡിറ്റിങ്ങിൽ പറഞ്ഞ അതേ ഓപ്ഷൻസ് ആണ്. അപ്പോൾ ഓരോരോ ഓപ്ഷൻ നമ്മുടെ ഇഷ്ടം പോലെ എന്ത് ഓപ്ഷൻ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. ഇങ്ങനെ ഓപ്ഷൻസ് ബ്ലിങ്ക് ചെയ്യണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ ഇതാണ്, ഇത്രയും കാര്യങ്ങളാണ് അതിൽ വരുന്നത്. ഇനി നമ്മൾ ഇത് ബ്ലർ നമുക്ക് കാണുന്ന ഷേപ്പ് നമുക്ക് റൗണ്ടിൽ കാണാം. ഇപ്പോൾ റൗണ്ടിൽ കാണാം, ഇപ്പോൾ നമുക്ക് ട്രയാങ്കിൾ കാണാം. അപ്പോൾ ഏത് രീതിയിലാണ് നിങ്ങൾക്ക് ബ്ലർ കാണേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് നോക്കി അങ്ങനെ വേണമെങ്കിൽ അത് സെറ്റ് ചെയ്യാം. ഇത്രയും ഭാഗം ബ്ലറാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ. എഫക്റ്റിൽ നമുക്ക് ഒരു എഫക്റ്റ് ആഡ് ചെയ്യാൻ പറ്റും, അതിൽ വരുന്നത് ഇത്രയും കാര്യങ്ങളാണ്. ഇനി അടുത്ത ഓപ്ഷൻ വരുന്നത് സ്റ്റിക്കറാണ്. സ്റ്റിക്കർ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ബേസിക്കായിട്ട് കുറച്ച് സ്റ്റിക്കറുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചില പോർഷൻസ് എല്ലാം ഇപ്പോൾ നിങ്ങൾക്കൊരു സ്റ്റിക്കർ ആഡ് ചെയ്യണം, ഇവിടെ ഒരു സ്റ്റിക്കർ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്റ്റിക്കർ കൊടുന്ന് ആഡ് ചെയ്യാം. സ്റ്റിക്കറിൻ്റെ വലിപ്പം കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അതൊക്കെ അവിടെ അവൈലബിൾ ആണ്. അതൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, എളുപ്പമാണ് അതെല്ലാം. ഇങ്ങനെ നമുക്ക് കുറച്ച് സ്റ്റിക്കേഴ്സും ഇതിൽ കൊടുന്ന് ആഡ് ചെയ്തിടാം. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ബേസിക്കായിട്ട് വരുന്നത്. ഇനി ടെക്സ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ഹാൻഡ് റൈറ്റിംഗ്, നമുക്കൊരു ഹാൻഡ് റൈറ്റിംഗ് വേണമെങ്കിൽ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പാർട്ട് 2 ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇനി പാർട്ട് 3 നമുക്കിതിൻ്റെ വീഡിയോസിൽ എന്തൊക്കെ ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ കുറച്ച് ഓപ്ഷൻസ് നമുക്ക് വീഡിയോസിൽ അവൈലബിൾ ആണ്. അപ്പോൾ വീഡിയോസിൽ എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്ന് അടുത്ത പാർട്ട് 3ൽ ചെയ്യാം. അപ്പോൾ വീഡിയോ ആദ്യമായി കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. Strong.